ഹായ് എവ്രിവൺ, മെഡി പ്രിസിഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിന് പറ്റിയ ഭക്ഷണശീലങ്ങളെക്കുറിച്ച് പറയാം. കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകമായിട്ടും നമ്മൾ ശ്രദ്ധിച്ച് ആഹാരങ്ങൾ കൊടുക്കണം, പോഷകമൂല്യമുള്ള ആഹാരങ്ങൾ കൊടുക്കണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഗ്രോയിങ് ഏജ് ആണ്. അവർക്ക് അവരുടെ ആക്ടിവിറ്റി ലെവൽ അനുസരിച്ചിട്ടും ഒരുപാട് ബോഡി ഡിമാൻഡ്സ് ഉണ്ടാവും, ന്യൂട്രിയൻസ് കൂടുതലായിട്ട് ആവശ്യമുണ്ടാകും. അപ്പോൾ ഗ്രോയിങ് ചിൽഡ്രൻ, അതായത് വളരുന്ന കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണമാണ്. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം നമ്മുടെ ഗ്രോത്ത് സഹായിക്കും, നമ്മുടെ മസിൽസിനെ സ്ട്രെങ്ത് കൊടുക്കുവാൻ സഹായിക്കും. പിന്നെ അത് നല്ലൊരു എനർജി സോഴ്സും കൂടെ ആണ്. പിന്നെ നമ്മൾ വൈറ്റമിൻസും മിനറൽസും ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കൊടുക്കണം. അതിന് ഓരോ വൈറ്റമിനും ഓരോ ഫങ്ഷനാണുള്ളത്, മിനറൽസും അതുപോലെ തന്നെയാണ്. അവ നമ്മുടെ ഇമ്മ്യൂണിറ്റി ജനറലി ബൂസ്റ്റ് ചെയ്യുന്നു എന്ന് പറയാം, ബോൺ ഹെൽത്ത് ബൂസ്റ്റ് ചെയ്യുന്നു, അതുപോലെ നെർവസ് സിസ്റ്റത്തിൻ്റെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിനും ഒക്കെ ഇമ്പോർട്ടൻ്റ്. വൈറ്റമിൻസ് മിനറൽസ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഏറ്റവും അധികം മനസ്സിലാക്കേണ്ട ഈ 3 കാര്യങ്ങളുണ്ട്. അതുകൂടാതെ ഓരോ വൈറ്റമിനും ഓരോ മിനറലിനും സ്പെസിഫിക് ഫങ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ തൈറോയിഡ് ഹോർമോൺ ശരിക്കും കിട്ടണമെങ്കിൽ അയഡിൻ വേണം, സെലിനിയം വേണം, അതുപോലെ ബോൺസിന് ഫോസ്ഫറസ് വേണം. അങ്ങനെ ഓരോ ഓർഗൻസിനും നമ്മുടെ ശരീരത്തിൽ ഓരോ വൈറ്റമിൻ വേണം, ഓരോ മിനറൽ വേണം. അപ്പം ഇതൊക്കെ അടങ്ങിയ ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇന്ന് ഞാൻ കുറച്ച് ഫുഡ്സിൻ്റെ ലിസ്റ്റ് തരാം, അത് നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുക. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം തന്നെ പറയാം. പ്രോട്ടീൻ വളർച്ചയ്ക്കാണ് ഏറ്റവും അധികം ആവശ്യം, മസിൽസ് ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമാണ്. പിന്നെ നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീനിന് ഒരുപാട് ബിൽഡിംഗ് ഫങ്ഷൻസ് ഉണ്ട്. അതായത് നമ്മളെ ഓരോ ഓർഗൻസും ബിൽഡ് ചെയ്യുന്നത് പ്രോട്ടീനാണ്. എൻസൈമാറ്റിക് ഫങ്ഷൻ ഉണ്ട് പ്രോട്ടീനിന്. അതുപോലെ നമ്മുടെ മുടി, സ്കിന്ന്, ഇതൊക്കെ പ്രോട്ടീനാൽ നിർമ്മിതമാണ്. മനുഷ്യ ശരീരം ശരിക്കും പ്രോട്ടീൻ കൊണ്ടാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. അവ ബിൽഡിംഗ് ബ്ലോക്സ് എന്നറിയപ്പെടുന്നത് അതുകൊണ്ട്. പ്രത്യേകിച്ചും വളരുന്ന കുട്ടികളിൽ പ്രോട്ടീൻ്റെ ആവശ്യകത വളരെ കൂടുതലാണ്. അപ്പോൾ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം, നോൺ വെജ് പറയുകയാണെങ്കിൽ എഗ്ഗ്, ഫിഷ്, അതുപോലെ മീറ്റ്, എല്ലാവിധ മീറ്റിലും പ്രോട്ടീൻ ഉണ്ട്. പ്ലാന്റ് പ്രോട്ടീൻസും ഉണ്ട്. പിന്നെ പ്രോട്ടീൻ്റെ കാര്യം നമ്മൾ പറയുന്നത് ബീഫിലും പ്രോട്ടീനുണ്ട്, ചിക്കനിലും പ്രോട്ടീനുണ്ട്. പക്ഷേ ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ ചിക്കൻ തന്നെയാണ്. ബീഫ് പ്രോട്ടീനിൽ പ്രോട്ടീനൊക്കെ ഉണ്ട്, പക്ഷെ അത് സ്ഥിരമായിട്ട് കഴിക്കും. റെഡ് മീറ്റ് കഴിക്കുമ്പോൾ മട്ടൺ, ബീഫ് തുടങ്ങിയ വെൽ പ്രോട്ടീൻ ഉണ്ട്, ധാരാളമായിട്ടുണ്ട്. അവയുടെ ലിവറിലൊക്കെ അയണും അതുപോലെ തന്നെ മറ്റ് എസെൻഷ്യൽ ആയിട്ടുള്ള പലതും ഉണ്ട്, കൊളീനൊക്കെ ഉണ്ട്. പക്ഷെ സ്ഥിരമായിട്ട് കഴിച്ചാൽ അത് ഒരാൾക്ക് ഗട്ട് ക്യാൻസർ വരാനുള്ള സാധ്യത കൂട്ടും, അങ്ങനെയാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ നമ്മളൊരു മിക്സായിട്ട് പ്രോട്ടീൻ കഴിക്കണം നല്ലത്. ഇടയ്ക്ക് നമ്മൾ കൂടുതൽ നോൺ എടുക്കുമ്പോൾ വെജ് പ്രോട്ടീനും കൂടെ എടുക്കാൻ ശ്രദ്ധിക്കുക. അതായത് പയറുവർഗ്ഗങ്ങളിൽ പ്രോട്ടീനുണ്ട്, ലെൻറ്റിൽസ്, ലെഗ്യൂംസ്, അതുപോലെ സോയാബീൻ, ഇതിലൊക്കെ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഫിഷിൽ നല്ല പ്രോട്ടീൻ ഉണ്ട്, ചിക്കനിൽ പ്രോട്ടീൻ ഉണ്ട്. ബീഫൊക്കെ കഴിക്കുകയാണെങ്കിൽ വല്ലപ്പോഴും കഴിക്കാം, കാരണം മട്ടൺ ആണെങ്കിലും രണ്ടും റെഡ് മീറ്റാണ്. അതുപോലെ പോർക്ക്, ഇതിലൊക്കെ കഴിക്കുമ്പോൾ ചെറിയൊരു റിസ്ക് കൂടെ ഉണ്ട് സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ. അപ്പോൾ പ്രോട്ടീൻ്റെ കാര്യം അതാണ്. ഗുഡ് പ്രോട്ടീനും അത്ര ഗുഡല്ലാത്ത പ്രോട്ടീനും ഉണ്ടെന്ന് മനസ്സിലാക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം വൈറ്റമിൻ മിനറൽസിൻ്റെയാണ്. വൈറ്റമിൻസ് എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും ഇൻറ്റസ്റ്റൈൻസിൻ്റെ ആരോഗ്യത്തിനൊക്കെ വൈറ്റമിൻ എ ധാരാളമായിട്ട് കഴിക്കണം. അത് ഒരുവിധം എല്ലാ ഇലകളിലും ഉണ്ട്. പിന്നെ ബീട്രൂട്ട്, ക്യാരറ്റ്, ഇതിലെല്ലാം ഉണ്ട്. അപ്പോൾ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കഴിച്ചാൽ വൈറ്റമിൻ എയും കിട്ടും. അതുപോലെ ക്യാരറ്റും ബീട്രൂട്ടും കളർഫുള്ളായിട്ടുള്ള വെജിറ്റബിൾസ് കഴിച്ചാലും വൈറ്റമിൻ എ കിട്ടും. പിന്നെ ഒരുവിധ ഫ്രൂട്ട്സിലെല്ലാം വൈറ്റമിൻ എ ഉണ്ട്. മാംഗോ, ചക്ക, ഇതിലൊക്കെ ഉണ്ട് വൈറ്റമിൻ എ. പിന്നെ നിങ്ങൾക്ക് അടുത്തത് വേണ്ടത് വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സി പ്രത്യേകിച്ചും പ്രതിരോധ ശക്തി കൂട്ടുവാനാണ് വേണ്ടത്. അതായത് നമ്മളെ ശരീരത്തിൽ ശരിക്കും നമുക്ക് പ്രതിരോധ ശക്തി, ഇമ്മ്യൂണിറ്റി ഉണ്ടാവണമെങ്കിൽ വൈറ്റമിൻ സി വേണം. അതിന് സിട്രസ് ഫ്രൂട്ട്സ്, നെല്ലിക്ക, പേരക്ക എല്ലാം കഴിക്കുക. സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ നാരങ്ങ വർഗ്ഗത്തിലുള്ള ഫ്രൂട്ട്സാണ്, എല്ലാം വരും. ഓറഞ്ച് മാത്രമല്ല, ടാങ്കറിൻസ്, ആ വർഗ്ഗത്തിൽപ്പെട്ട മുസംബി, അങ്ങനെയുള്ള അതെല്ലാം സിട്രസ് ഫ്രൂട്ട്സാണ്. അപ്പോൾ അതെല്ലാം കഴിക്കുകയാണെങ്കിൽ നമുക്ക് വൈറ്റമിൻ സി കിട്ടും. പിന്നെ തക്കാളിയിലും വൈറ്റമിൻ എയും സി ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരുവിധം കളർഫുൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് കഴിക്കാം, നിങ്ങൾക്ക് എല്ലാ വൈറ്റമിനും കിട്ടും. ഓക്കെ. പിന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കഴിക്കുക, പച്ച ഇല, അത് കഴിക്കുകയാണെങ്കിലും വൈറ്റമിൻസ് കിട്ടും. ഇതെല്ലാം കുട്ടികളുടെ വളർച്ചയ്ക്ക് മാത്രമല്ല സഹായിക്കുന്നത്, അവരുടെ സ്കിന്നിൻ്റെ ഹെൽത്തിനും സഹായിക്കും. സ്കിൻ നല്ല തിളക്കമുള്ളതായിരിക്കാൻ കുട്ടികളും വലിയവരും ഒക്കെ ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ഇത് കഴിക്കുകയാണെങ്കിൽ ആ ഒരു ബെനിഫിറ്റ് തീർച്ചയായിട്ടും കിട്ടും.
വൈറ്റമിൻ ബി കോംപ്ലക്സ് അത് ഹോൾ ഗ്രെയിൻസിലാണ് ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നത്. തവിട് കളയാത്ത അരി, അതുപോലെ തന്നെ വൈറ്റമിൻ ബി മുട്ടയിൽ ധാരാളമായിട്ടുണ്ട്. ഒരുവിധം ബി ഗ്രൂപ്പ് വൈറ്റമിൻസ് എല്ലാം എഗ്ഗിൽ ധാരാളമായിട്ടുണ്ട്. എഗ്ഗ് കഴിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ഡെഫിഷ്യൻസി വരില്ല. പിന്നെ നമുക്ക് എ, ബി, സി, പിന്നെ ഡിയും വൈറ്റമിൻ ഡിയും എഗ്ഗിലുണ്ട്. അതുകൂടാതെ നമുക്ക് സൂര്യപ്രകാശത്തിൽ നിന്നും കിട്ടും. മീറ്റിലും കുറഞ്ഞ എമൗണ്ടിൽ വൈറ്റമിൻ ഡി ആഹാര പദാർത്ഥങ്ങളിലൊക്കെ ഉണ്ട്. സൂര്യപ്രകാശത്തിൽ സ്കിന്നിൽ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. വൈറ്റമിൻ ഇ നമ്മുടെ സ്കിൻ ഹെൽത്തിനും അതുപോലെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനും വളരെ നല്ല ഒരു വൈറ്റമിനാണ്. അപ്പോൾ നമുക്ക് വൈറ്റമിൻ ഇ ചെറുപ്പത്തിൽ ആവശ്യമുണ്ട്. നമ്മുടെ സ്കിൻ ഹെൽത്തും മുടിയുടെ ഹെൽത്തും മാത്രമല്ല വൈറ്റമിൻ ഇ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഈ പറഞ്ഞ എല്ലാ വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. വൈറ്റമിൻ സി പ്രത്യേകിച്ചും വൈറ്റമിൻ ഇയും സിയും വളരെ നല്ല ആൻറ്റി ഓക്സിഡൻസ് ആണ്. അപ്പോൾ നമ്മൾ ഈ ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ബ്യൂട്ടി ആയിട്ട് റിലേറ്റഡ് ആണ്. ബ്യൂട്ടി ആയിട്ട് മാത്രമല്ല ആൻറ്റി ഓക്സിഡൻസ് റിലേറ്റഡ് ആയിട്ടുള്ളത്. ആൻറ്റി ഏജിങ് മാത്രമല്ല അതിൻ്റെ ഫംഗ്ഷൻ, അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആൻറ്റി ഓക്സിഡൻസിനുണ്ട്. ഈ വൈറ്റമിൻസ് നമ്മുടെ ശരീരത്തിൽ സീരിയസ് ആയ അസുഖങ്ങൾ ഫ്രീ റാഡിക്കൽസ് മൂലം ഉണ്ടാവുന്നത് തടയുന്നു. ഓക്സിഡേറ്റീവ് സ്ട്രെസ് തടയുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ജോലി. അപ്പോൾ അത് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് പല അസുഖങ്ങളും വരാത്തത്. നമ്മൾ അറിയുന്നില്ല ഈ പ്രോസസ്സ്. നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ അത് ശരിക്കും നടക്കുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വൈറ്റമിൻ എയും സിയും വൈറ്റമിൻ ഇ ഒക്കെയുള്ള ഭക്ഷണം നന്നായിട്ട് കഴിക്കാം. പിന്നെ മിനറൽസാണ്. മിനറൽസ് എന്ന് പറയുമ്പം അത് ഒരുപാട് മിനറൽസ് ഉണ്ട്. ആ മിനറൽസ് പ്രധാനമായിട്ടുള്ളത് ഞാനിവിടെ പറയാം. സെലിനിയം, അയഡിൻ, ഫോസ്ഫറസ്, കാൽഷ്യം, അങ്ങനെ ഉള്ള മഗ്നീഷ്യം, ഇവയൊക്കെ നമ്മുടെ ശരീരത്തിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള മിനറൽസാണ്. അപ്പോൾ ഈ കാൽഷ്യം നമുക്കറിയാം, ഫോസ്ഫറസ് എല്ലാം ബോൺസിൻ്റെയും ടീത്തിൻ്റെയും ആരോഗ്യത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോസ്ഫറസ് മുട്ടയിലുണ്ട്. അപ്പോൾ ഫോസ്ഫറസ് നമ്മുടെ സെൽ ഭിത്തിയുടെ സെൽ മെംബ്രെയിൻ്റെ ഫംഗ്ഷൻ ആവശ്യമാണ്. ബോൺസിൻ്റെയും ടീത്തിൻ്റെയും ഒക്കെ ഫംഗ്ഷന് ഫോസ്ഫറസ് ആവശ്യമാണ്. അതുകൂടാതെ എനർജി മെറ്റബോളിസത്തിലും ഫോസ്ഫറസിന് പങ്കുണ്ട്. പിന്നെ സോഡിയം, പൊട്ടാസ്യം ഒക്കെ ഉണ്ട്. അത് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് കിട്ടും. പ്രത്യേകിച്ചൊരു സോഴ്സ് തേടി പോകണ്ട. നമ്മളെല്ലാം ഉപ്പിട്ടല്ലേ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും സോഡിയം അല്ലെങ്കിൽ പൊട്ടാഷ്യം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സിൽ ധാരാളമായിട്ടുണ്ട്. ബനാന പൊട്ടാഷ്യത്തിൻ്റെ നല്ലൊരു സോഴ്സാണ്. അപ്പോൾ അതും നമ്മുടെ ശരീരത്തിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുമ്പോൾ കിട്ടും എന്ന് മനസ്സിലാക്കിയാൽ മതി. പിന്നെ കാൽഷ്യം നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം. കാരണം ചിലർക്ക് കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടാവാം. അതിന് നമ്മൾ ഡയറി പ്രോഡക്റ്റ് എന്ന് പറയുമ്പം മിൽക്ക്, പാലും പാലുൽപ്പന്നങ്ങളും ധാരാളമായിട്ട് കഴിക്കുക. അപ്പോൾ ഈ ഒരു പാലുൽപ്പന്നങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് കാൽഷ്യം മാത്രമല്ല കിട്ടുന്നത്. അതുകൂടാതെ നമുക്ക് ഈ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്ത തരത്തിൽ ഈ യോഗട്ടിനൊക്കെ കേട് അഥവാ തൈരിനും യോഗട്ടിനൊക്കെ നമ്മളെ സഹായിക്കാൻ പറ്റും. നമ്മുടെ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും തൈരിനും യോഗട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ പാലുൽപ്പന്നങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ പാല് കഴിക്കാൻ പറ്റാത്ത ചിലരുണ്ട്, ലാക്ടോസ് ഇൻടോളറൻസ് ഒക്കെ ഉള്ളവർ. അതെല്ലാവർക്കും ഒന്നുമില്ല. ചിലർക്ക് മാത്രം വയറ് വീർക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ സ്ഥിരമായിട്ട് പാല് കഴിക്കുമ്പോൾ ഉണ്ടെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് അതിനുശേഷം ഉപദേശം തേടിയതിന് മാത്രം ചെയ്യുക. ജനറലി കാൽഷ്യം റിച്ചാണ് പാല്. പിന്നെ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ഫിഷാണ്. ഫിഷ് പ്രോട്ടീൻ്റെ ഒരു സോഴ്സായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷേ ഫിഷ് പ്രോട്ടീൻ്റെ മാത്രം സോഴ്സ് അല്ല. സെലിനിയം ഫിഷിലുണ്ട്. അതുപോലെ ഒമേഗ ഫാറ്റി ആസിഡ്സിൻ്റെ നല്ല സോഴ്സാണ് ഫിഷ്. നമ്മൾ ഈ ചിയാ സീഡൊക്കെ എന്തിനാണ് കഴിക്കുന്നത്? ഒമേഗ ഫാറ്റി ആസിഡ് കിട്ടാനല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായ പേരാണ് ചിയാ സീഡ്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഫിഷിലും അതുപോലെ തന്നെ ഒമേഗ ഫാറ്റി ആസിഡ്സ് ധാരാളമായിട്ട് ഉണ്ട്. ഫിഷ് കഴിക്കാത്തവർക്കുള്ള ഓപ്ഷൻസാണ് ചിയാ സീഡും ഫ്ലാക്സ് സീഡ്സ് ഒക്കെ. പക്ഷേ അതിന് വേറെയും ഗുണങ്ങളുണ്ട്. ഫൈബർ റിച്ച് ആണ് ചിയാ സീഡും ഫ്ലാക്സ് സീഡ്സ് ഒക്കെ. അപ്പോൾ നമുക്ക് ഫൈബർ കൊണ്ട് കിട്ടുന്ന ഗുണങ്ങൾ കിട്ടാനും നമുക്ക് ചിയാ സീഡ് കഴിക്കാം. അതായത് ഫിഷ് കഴിക്കുന്നു എന്ന് വെച്ചിട്ട് ചിയാ സീഡ് കഴിക്കാതിരിക്കേണ്ട. നമുക്ക് ഒമേഗ ഫാറ്റി ആസിഡ് ഇതിൽ നിന്നും കിട്ടും, അതിൽ നിന്നും കിട്ടും. അതുകൂടാതെ ഫൈബറും കിട്ടും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ വളരെയധികം കുട്ടികളുടെ ആരോഗ്യത്തിലും ശ്രദ്ധിക്കുക. ചിലർ ചോദിക്കാറുണ്ട്, ചിയാ സീഡ് കഴിച്ചാൽ മെലിഞ്ഞു പോവില്ലേ എന്ന്. ഒരുപാട് ചിയാ സീഡ് കഴിക്കേണ്ട ആവശ്യമില്ല. കുറഞ്ഞ എമൗണ്ടിൽ ചിയാ സീഡ് കഴിക്കുക. അതിൻ്റെ ഗുണങ്ങളും കൂടെ നമുക്ക് കിട്ടും. പിന്നെ ചിയാ സീഡ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ അത് കുതിർത്തിട്ട് മാത്രം കഴിക്കാം. നമ്മൾ ഈ ഓട്സിൻ്റെ കൂടെയൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ നേരെ അതിലേക്ക് ഇടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് പാലൊക്കെ ഉണ്ടാകുമ്പം. ഈ പാലില്ലെങ്കിലും നമ്മൾ ചിയാ സീഡ് എപ്പോഴും വേറെ തന്നെ കുതിർക്കുക. ഞാനത് പറയാനുള്ള കാരണം ഞാനത് കഴിക്കാറുണ്ട്. അത് കഴിക്കുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ അതിൽ ചിയാ സീഡ് മാത്രമല്ല ചെറിയ കല്ലുകളും കാണാറുണ്ട്. അപ്പോൾ നമ്മളത് ശരിക്കും നോക്കി അത് മാറ്റി ചിയാ സീഡ് പ്യുവറാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മിക്സ് ചെയ്യാം. അതായിരിക്കും നല്ലത്. ഓക്കെ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എഗ്ഗാണ്. എഗ്ഗ് ഒരു കംപ്ലീറ്റ് ഫുഡാണ്. അത് കുട്ടികൾക്ക്
തീർച്ചയായിട്ടും കൊടുക്കുക. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ട കാര്യം, ഇതിലെ പ്രോട്ടീൻ ഹൈ ക്വാളിറ്റിയാണ്. അതുകൊണ്ട് തന്നെ മസിൽ മെയിൻ്റനൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. മുട്ട മാത്രം കഴിച്ചിരുന്നാൽ പോരാ. മസിൽ മെയിൻ്റനൻസിന് നമ്മൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യണം. മുട്ടയിൽ കാലറീസും ഉണ്ട്, ആവശ്യത്തിന് മിതമായ എമൗണ്ടിൽ കാലറീസ് ഉണ്ട്. നമ്മുടെ ശരീരത്തിന് ഓരോ ജോലികൾ ചെയ്യണമെങ്കിൽ നമുക്ക് എനർജി വേണ്ടേ, അപ്പോൾ അതും മുട്ട നൽകുന്നുണ്ട്. പക്ഷെ നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഈസി സാറ്റൈറ്റി കിട്ടും. അതായത് നമുക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വിശപ്പ് വരില്ല മുട്ട കഴിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് നമ്മൾ അമിതമായിട്ട് കഴിക്കില്ല. കുട്ടികൾക്ക് വേണ്ടിയിട്ട് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഫുഡാണ് എഗ്ഗ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിൻലി നമ്മൾ കൊടുക്കേണ്ടത്. ഇത് കൂടാതെ മറ്റ് മിനറൽസൊക്കെ ഉണ്ട്, ഒരുപാട് മിനറൽസ്. നമ്മൾക്ക് മഗ്നീഷ്യമൊക്കെ ആവശ്യമാണ്. മഗ്നീഷ്യം സീ ഫുഡിലുണ്ട്, പിന്നെ ഡാർക്ക് ചോക്ലേറ്റ്സിലുണ്ട്. മഗ്നീഷ്യം പല വെജിറ്റബിൾസിലും ഉണ്ട്, ഗ്രീൻ ലീഫ് വെജിറ്റബിൾസിലുണ്ട്, പിന്നെ ലെഗ്യൂംസ്, പയറുവർഗ്ഗങ്ങൾ, അതൊക്കെ നമ്മൾ അറിയാതെ തന്നെ നമ്മൾക്ക് കിട്ടും. നമ്മൾ ഈ പ്രോട്ടീൻ സോഴ്സ് ഏതൊക്കെയാണ് പറഞ്ഞത്? മീറ്റ്, എഗ്ഗ്, അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങൾ, ലെഗ്യൂംസ്, അവയെല്ലാം കഴിക്കുമ്പോൾ പ്രോട്ടീൻ മാത്രമല്ല കിട്ടുക, ഈ എല്ലാ വൈറ്റമിൻസും മിനറൽസും അതിലുണ്ടാകും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതുകൂടാതെ നിങ്ങൾ കുറച്ചും കൂടെ ഫോക്കസ് കൊടുക്കേണ്ടത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസിനും ഫ്രൂട്ട്സിനുമാണ്, മറ്റ് വെജിറ്റബിൾസിനും, അതായത് ക്യാരറ്റ്, ബീട്രൂട്ട് പോലത്തുള്ള വെജിറ്റബിൾസും. കാരണം അവയിലെല്ലാം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. പ്രോട്ടീൻ സോഴ്സ് മാത്രം കഴിച്ചാൽ അത് കിട്ടില്ല. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. പ്രോട്ടീൻ അടങ്ങിയ 4 വിഭാഗവും ഗ്രീൻ ലീഫി വെജിറ്റബിൾസും ഫ്രൂട്ട്സും കൂടെ ഉൾപ്പെടുത്തിയാൽ കുട്ടികൾക്ക് പിന്നെ എഗ്ഗും ഉൾപ്പെടുത്തിയാൽ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ ന്യൂട്രിയൻസും കിട്ടുന്നതാണ്. ഒരുപാട് ആൾക്കാരും ക്ലിനിക്കിൽ എന്നോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്, എന്താണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത് എന്നുള്ളത്. എത്ര കാലമായിട്ട് കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നമ്മൾ എത്ര പറഞ്ഞാലും അവരിത് കഴിക്കില്ല, അത് കഴിക്കില്ല എന്നൊക്കെ പറയും. ചെറുപ്പത്തിലെ ട്രെയിൻ ചെയ്യാം, എങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. വെറുതെ നമ്മൾ കഞ്ഞി മാത്രം കൊടുത്തിട്ട് കാര്യമില്ല. ചിലർ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. കഞ്ഞിയും പയറും കൊടുത്താൽ പ്രോട്ടീൻ മാത്രമേ കിട്ടൂ, പിന്നെ കുറച്ച് എനർജിയും കിട്ടും. എപ്പോഴും ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ക്യാരറ്റ്, ബീട്രൂട്ട്, പച്ച ഇലകളും അതിൻ്റെ കൂടെ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അങ്ങനത്തെ കാര്യങ്ങളും കൂടെ. ഭക്ഷണം വെറൈറ്റി ഓഫ് ഫുഡ് കൊടുക്കുക. അതായത് നിങ്ങൾ എക്സ്പെൻസീവ് ഫുഡ് കൊടുക്കണം എന്നല്ല പറഞ്ഞത്. നമ്മൾ ഇങ്ങനെ മാറി മാറി പല ആഹാര പദാർത്ഥങ്ങളും ഇപ്പോൾ പറഞ്ഞ കാറ്റഗറിയിലുള്ളത് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ കുട്ടികളുടെ ആരോഗ്യം മെച്ചപ്പെടും, ഇമ്മ്യൂണിറ്റി മെച്ചപ്പെടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്കിത് നിങ്ങളോട് കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിന് കഴിക്കേണ്ട ഭക്ഷണത്തെക്കുറിച്ച് പറയാനുള്ളത്. സ്റ്റേ ട്യൂൺഡ് വിത്ത് മെഡി പ്രിസിഷൻ.